നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തെങ്ങണ മാടപ്പള്ളി പഞ്ചായത്തിന്റെ സമഗ്ര വികസന പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലം കയ്യേറ്റത്തിന്റെ പിടിയിലെന്ന് പരാതി. പഞ്ചായത്തിന്റേത് കടുത്ത അനാസ്ഥയെന്ന് ആരോപണം. മനുഷ്യരെ ഉൾക്കൊള്ളുന്നവരാകണം ജനപ്രതിനിധികളെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കൃത്യനിഷ്ഠയും നല്ല ചിന്തകളും പ്രധാനമെന്നും ചിറ്റയം. ഭാരതീയ നവോത്ഥാന രംഗത്ത് സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് വിശുദ്ധ ചാവറേച്ചനെന്ന് യുഗനോന്മാർ തെയോഡിഷ്യസ് മെത്രാപ്പൊലീത്ത. വാർത്തകൾ വിശദമായി. തെങ്ങണ മാടപ്പള്ളി പഞ്ചായത്തിന്റെ സമഗ്ര വികസന പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലം കയ്യേറ്റത്തിന്റെ പിടിയിലെന്ന് പരാതി. 1997 തുടങ്ങി 2000 അക്വിസിഷൻ നടപടികൾ പൂർത്തിയാക്കിയ സ്ഥലം പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും മൂലം കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് ആരോപണം. ഹൈക്കോടതിയിലുണ്ടായിരുന്ന കേസുകൾ തീർപ്പാക്കി അളന്നു തിരിച്ച് കല്ലിട്ട തെങ്ങണ വാഴൂർ റോഡിന് ചേർന്നുള്ള സ്ഥലമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ, കടമുറികൾ, ശുചിമുറി സൗകര്യം, കർഷകന്റെ മാർക്കറ്റ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിനുള്ള സമഗ്ര വികസന പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലം ഇപ്പോൾ കാടുകയറി നശിക്കുകയാണ്. 15 വർഷം മുമ്പ് പട്ടികജാതി പട്ടികവർഗക്കാർക്കായി 3 നിലയിൽ പണിത കെട്ടിടവും ഉപയോഗശൂന്യമായിരിക്കുന്നു. ഏറ്റെടുത്ത 1 ഏക്കർ 92 സെന്റ് സ്ഥലം ഇപ്പോൾ കയ്യേറ്റക്കാരുടെ പിടിയിലാണെന്നാണ് പ്രധാന ആരോപണം. ഈ മാടപ്പള്ളി പഞ്ചായത്തിൻ്റെ ഭരണസമിതി കുറ്റകരമായ അനാസ്ഥയാണ് ഈ കഴിഞ്ഞ 1-2 ഭരണസമിതികളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അനിവാര്യ ചുമതലയാണ്, പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് ചെയ്യേണ്ട ചുമതലയാണ് ഇത്. ആ ചുമതല അടിയന്തരമായി അവിടെ ഭരണസമിതി പരിഗണിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഭൂമി 2 ഏക്കറോളം ഗവൺമെൻറ് അക്വസിഷൻ എടുത്തിരിക്കുന്ന പ്രത്യേക പദ്ധതിക്ക് വേണ്ടി എടുത്തിരിക്കുന്നതാണ്. ആ പദ്ധതിയിൽ പലരും എൻക്രോച്ച് ചെയ്ത് ഈ സൈഡ് തിരിക്കായിട്ടിരിക്കുക, സൈഡെല്ലാം തിരിച്ച് കല്ലിട്ടിരിക്കുന്നതാണ്. ഹൈക്കോടതി വിധിപ്രകാരം കല്ലിട്ടിരിക്കുന്നതാണ്. ഹൈക്കോടതി വിധിപ്രകാരം തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനാണ് എൻ്റെ കയ്യിലുള്ളത്. ആ പ്ലാന് അനുസരിച്ചുള്ള അതിരുകൾ വ്യക്തമാണ്. അവിടെ കല്ലിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ എൻക്രോച്ച് ചെയ്ത് കെട്ടിടം പണിതിട്ടും ആരും അനങ്ങുന്നില്ല. അവിടെ പല എൻക്രോച്ച്മെൻറ്റും പലരും നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ പഞ്ചായത്ത് അധികാരി അനങ്ങുന്നില്ല. അതിനെല്ലാം പ്രത്യേകമായ സ്വാധീനത്തിലാണെന്ന് പറഞ്ഞത്. അത് പക്ഷേ അതൊന്ന് പിൻവാങ്ങി സ്ഥലം നമ്മുടെ അക്വസിഷൻ നടപടി അനുസരിച്ച് ഹൈക്കോടതി പാസാക്കിയ അളന്നു തിരിച്ച ഭൂമി അതുപോലെ തന്നെ കൈവശത്തെടുക്കണം എന്ന്. തോമസ് കെ മാറാട്ടുകുളം വൈസ് പ്രസിഡന്റായിരുന്ന സമയത്താണ് 14 വീട്ടുകാരുടെ വസ്തു ഏറ്റെടുത്തത്. 2006 പഞ്ചായത്തിന്റെ കൈവശം സ്ഥലമെത്തിയെങ്കിലും വില്ലേജ് ഓഫീസ് മാത്രമാണ് പുതുതായി നിർമ്മിച്ചിട്ടുള്ളത്. ഇതുവഴി ഒഴുകിയിരുന്ന വീതിയേറിയ ചാൽ കയ്യേറ്റം മൂലം ഒഴുക്കില്ലാതെ അടഞ്ഞു കിടക്കുകയാണ്. ചാലിനു കുറുകെ കലുങ്ക് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കയ്യേറ്റം മൂലം ഒഴുക്ക് നിലച്ച് മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. ഈ സ്ഥലത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ്. പ്ലാസ്റ്റിക് മാലിന്യവും മറ്റും തള്ളുന്ന സ്ഥലമായി പ്രദേശം മാറിയിരിക്കുന്നു. സംസ്കാരമുള്ള ആൾക്കാർ ജീവിക്കുന്നത് പറയുന്നതല്ലാതെ ഇവിടെ യാതൊരു തരത്തിലുള്ള സംസ്കാരത്തിൻ്റെ യാതൊരു കാഴ്ചപ്പാട് കൂടി ഇല്ല. വളരെ പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളൊക്കെ വളരെ ആയിട്ട് വൃത്തികേടായിട്ട് കിടക്കുന്നു. മാലിന്യങ്ങളൊന്നും ശരിക്ക് പോകുന്നില്ല. അതെല്ലാം ഒഴുകി എൻ്റെ പറമ്പിലോട്ടാണേലും ഇവിടുന്ന് ഈ ബിൽഡിങ്ങിൽ നിന്നുള്ള ഇവിടെ താമസിച്ചിരിക്കുന്ന ഈ ബംഗാളികൾ താമസിപ്പിച്ചിരിക്കുന്ന അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ മുഴുവൻ എൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിയുക. പിന്നെ അവരുടെ മാലിന്യങ്ങൾ എക്സ്ട്രാ വരുന്ന ആ ഡ്രെയിനേജ് സിസ്റ്റം അവിടെ ഇല്ല. അതില്ലാത്തത് കാരണം എൻ്റെ പറമ്പിലേക്കാണ് ഒഴുകി വീഴുന്നത്. ഞാൻ പല പ്രാവശ്യം ഞാൻ പഞ്ചായത്തിൽ കംപ്ലയിൻറ്റ് ചെയ്തു. ഇപ്പോഴും കംപ്ലയിൻറ്റ് കിടക്കുകയാണ്. അത് എനിക്ക് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് 2 വർഷം മുന്നേ എൻ്റെ കിണർ മുഴുവനും നശിച്ചു പോയി. കാരണം അവിടെ ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല. ശരിക്കും ചെയ്യാൻ ആ ബിൽഡിങ്ങിൽ നിന്നുള്ള മാലിന്യം എൻ്റെ കിണറ്റിലേക്ക് ഒഴുകി 3-4 മാസം എനിക്ക് വെള്ളം അതിൽ നിന്ന് കുടിക്കാൻ പറ്റിയില്ല. ഞാൻ പുറത്തുനിന്ന് വെള്ളം കൊണ്ട് ടാങ്കി ഒഴിച്ചാണ് ഞാൻ അവിടെ എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. 20 വർഷം മുമ്പ് തന്നെ മാടപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടിയിരുന്ന പദ്ധതിയാണ് കയ്യേറ്റം മൂലവും അധികാരികളുടെ അനാസ്ഥ മൂലവും കാടുപിടിച്ചു കിടക്കുന്നതെന്ന് പൊതുപ്രവർത്തകരും പ്രദേശവാസികളും ആരോപിക്കുന്നു. AAP നേതാവ് തോമസ് കെ മാറാട്ടുകുളം, തെങ്ങണ സാനിറ്റേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സലീംകുമാർ ആർ, AAP ചങ്ങനാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് മാമൂട്ടിൽ, ജോയി തോമസ്, ഗോപിനാഥ വാര്യർ, സജി കൊച്ചുമല, മറിയാമ്മ കൂടത്തിൽ എന്നിവരും തങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു.
മനുഷ്യരെ ഉൾക്കൊള്ളുന്നവരും നല്ല ചിന്തകളും കൃത്യനിഷ്ഠയുള്ളവരുമായിരിക്കണം ജനപ്രതിനിധികളെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. SNDP യോഗം മാന്നാർ യൂണിയന്റെ പരിധിയിൽ വരുന്ന ചെന്നിത്തല, മാന്നാർ, ബുധനൂർ, പാണ്ടനാട് ഗ്രാമപഞ്ചായത്തുകളിലെ യോഗം കുടുംബാംഗങ്ങളായ ജനപ്രതിനിധികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധികൾ പൊതുസമൂഹത്തിന്റെ മാതൃകയാണ്. ഗുരുദേവൻ നമുക്ക് കാണിച്ചത് വഴി അതാണ്. ഇരുട്ടു നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളെ എല്ലാം വെളിച്ചത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വെളിച്ചം കടത്തി വിട്ടത് ഗുരുദേവനാണ്. അനാചാരവും അസമത്വവും ഉച്ചനീചത്വവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ കുടികുത്തി വാഴുന്ന കാലത്ത് ജാതിക്കും മതത്തിനും എതിരായി, മതതീവ്രതയ്ക്കും എതിരായി മനുഷ്യരെയെല്ലാം ഒരുമിപ്പിക്കാൻ കഴിയുന്നത് ഗുരുദേവന്റെ ഇടപെടലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പക്ഷെ അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നു. അതായത് മതം ഏതായാലും വേണ്ടില്ല, മനുഷ്യൻ നന്നാവണം. മാന്നാർ SNDP യൂണിയൻ വെള്ളാപ്പള്ളി നടേശൻ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ KM ഹരിലാൽ അധ്യക്ഷനായിരുന്നു. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ പുല്ലാമടത്തിൽ, രാജേന്ദ്രപ്രസാദ് അമൃത, അനീഷ് P ചേങ്കര, മേഖലാ ചെയർമാൻമാരായ വിക്രമൻ ദ്വാരക, K വിശ്വനാഥൻ, ബിനു ബാലൻ, കൺവീനർമാർ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, എംപ്ലോയീസ് ഫോറം, വൈദിക യോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിയൻ കൺവീനർ അനിൽ P ശ്രീരംഗം സ്വാഗതവും ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വൈദിക യോഗം യൂണിയന്റെ 12 മാസം നീണ്ടു നിൽക്കുന്ന ദ്വാദശ ദീപം പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ഡെപ്യൂട്ടി സ്പീക്കർ നിർവഹിച്ചു. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാമണി, മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ്, ചെന്നിത്തല പഞ്ചായത്ത് പ്രസിഡന്റ് V ബിനുരാജ്, വൈസ് പ്രസിഡന്റ് അജിത ദേവരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K വിനു, യശോധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർക്കുള്ള ആദരവും പുരസ്കാരവും യൂണിയന്റെ നേതൃത്വത്തിൽ നൽകി. ഭാരതീയ നവോത്ഥാന രംഗത്ത് സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് വിശുദ്ധ ചാവറയച്ചനെന്ന് മലങ്കര കത്തോലിക്ക സഭ മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ യുഹനോൻ മാർ തെയോഡിയസ് മെത്രാപ്പൊലീത്ത പുളുങ്കുന്ന് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും രക്ഷകർത്തൃ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ശ്രീമതി പ്രീതി മാർട്ടിൻ, ശ്രീ ജോബ്, ശ്രീ KJ ഫിലിപ്പ്, സ്റ്റുഡൻസ് റിപ്രസെന്റേറ്റീവ്സ്. വിവാൻസ 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും നടന്നു. CMI തിരുവനന്തപുരം സെന്റ് ജോസഫ് പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ റവറൻ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി അധ്യക്ഷനായി. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് വർഗീസ് വെമ്പാടന്തറ, PTA പ്രസിഡന്റ് ജോബ് KM, സ്റ്റാഫ് പ്രതിനിധി സെസിമോൾ ഈപ്പൻ, സ്കൂൾ ലീഡർ സാവിയോ തോമസ്, വിദ്യാർത്ഥി പ്രതിനിധി അൽഫോൻസ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഷിബു വർഗീസ് സ്വാഗതവും ഹെഡ്മാസ്റ്റർ ഫാദർ ജോസഫ് കുറുപ്പശ്ശേരി നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ജിനു T വേലങ്കളം, KJ ഫിലിപ്പ് എന്നിവർ ഓർമ്മകൾ പങ്കുവച്ചു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ശബരിമല സന്ദർശിച്ചു. ജനുവരി 17 രാവിലെ കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കലെത്തിയ അദ്ദേഹം പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തി മാലയിട്ട് കെട്ടുനിറച്ചാണ് മല ചവിട്ടിയത്. അഡ്മിനിസ്ട്രേറ്റർക്കൊപ്പം ലക്ഷദ്വീപ് കളക്ടർ ഡോക്ടർ ഗിരീഷ് ശങ്കർ, ദാമൻ കളക്ടർ സൗരവ് മിശ്ര, സുഹൃത്ത് ഹർഷത് കുമാർ പട്ടേൽ എന്നിവരുമുണ്ടായിരുന്നു. കാൽനടയായി മല ചവിട്ടിയെത്തിയ സംഘത്തെ ശബരിമല ADM അരുൺ S നായരുടെ നേതൃത്വത്തിൽ സന്നിധാനത്ത് സ്വീകരിച്ചു. 18ാം പടി കയറി ഭഗവാനെയും ഉപദേവന്മാരെയും തൊഴുത് മാളികപ്പുറവും സന്ദർശിച്ചു. സന്നിധാനം അതിഥി മന്ദിരത്തിൽ വിശ്രമിച്ച് ഉച്ചയൂണിന് ശേഷമാണ് സംഘം മലയിറങ്ങിയത്. ആദ്യമായാണ് പ്രഫുൽ പട്ടേൽ സന്നിധാനത്തെത്തുന്നത്. 1.5 വർഷം മുമ്പ് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു.
ക്നാനായ സമുദായ ദിനാചരണവും സമുദായ മെത്രാപ്പൊലീത്തയുടെ മെത്രാഭിഷേക വാർഷികവും ക്നാനായ മഹാസംഗമവും ജനുവരി 18 നടക്കും. വൈകിട്ട് 5 നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മഹാസംഗമത്തോടനുബന്ധിച്ച് നടത്തുന്ന റാലി 2:30 കുറിച്ചി മന്ദിരം തിരുശേഷിപ്പ് ചാപ്പലിൽ നിന്ന് ആരംഭിക്കും. പൊതുസമ്മേളനത്തിൽ ക്നാനായ സമുദായ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് അധ്യക്ഷത വഹിക്കും. മന്ത്രി VN വാസവൻ മുഖ്യപ്രഭാഷണം നടത്തും. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ, ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ, ഡോക്ടർ സാമുവേൽ മാർ തെയോഫിലോസ് എന്നിവർ പ്രസംഗിക്കും. സമുദായ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസിന്റെ മെത്രാഭിഷേക ദിനമാണ് ക്നാനായ സമുദായ ദിനമായി ആചരിക്കുന്നതെന്നും സമുദായത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം നടത്തുന്നതെന്നും സമുദായ സെക്രട്ടറി ടിഒ എബ്രഹാം തോട്ടത്തിൽ പറഞ്ഞു. ഏതാണ്ട് 100 പരം ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ് ഈ സമ്മേളനത്തിന് വേണ്ടി അവിടെ റാലിയായിട്ട് ആരംഭിച്ച് ഈ 2 കിലോമീറ്റർ വടക്കോട്ട് മാറിയുള്ള ക്നാനായ സമുദായത്തിന്റെ പുത്തൻപള്ളി എന്ന് പറയുന്ന സെന്റ് ജോൺസ് പുത്തൻപള്ളിയുടെ ക്നായിത്തൊമ്മൻ നഗറിൽ ഈ മഹാ റാലി വന്ന് അവിടെ ആളുകൾ അവിടെ കയറിയിരിക്കുമ്പോൾ കൃത്യം 5 മണിക്ക് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ അവിടെ വന്ന് അവിടുത്തെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ക്നാനായ സമുദായ മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിലാണ് മീറ്റിംഗ് കൂടുന്നത്. ക്നാനായ സമുദായ ദിനാചരണത്തിലും മഹാസംഗമത്തിലും രാഷ്ട്രീയ, സാമുദായിക, സാമൂഹിക പ്രവർത്തകർ പങ്കെടുക്കും. ക്നാനായ സഭയുടെ ചരിത്ര സംഭവമാണ് നാളെ നടക്കുന്നതെന്നും ടിഒ എബ്രഹാം തോട്ടത്തിൽ പറഞ്ഞു. സേവാഭാരതി തലവടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. തലവടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിനു ശങ്കർ പാലിയേറ്റീവ് പ്രവർത്തക ഗീത അരുണിനെയും ആൽഫ പാലിയേറ്റീവ് പ്രവർത്തകരെയും ആദരിച്ചു. തുടർന്ന് ഒരു കിടപ്പ് രോഗിക്ക് ബെഡും മറ്റൊരു രോഗിക്ക് മെഡിക്കൽ ഡ്രസ്സിങ്ങിന് വേണ്ട സാധനങ്ങളും മറ്റ് 12 രോഗികൾക്ക് പോഷകാഹാര കിറ്റ്, ഡയപ്പർ എന്നിവയും നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ്, സെക്രട്ടറി മധുസൂദനൻ, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. ചങ്ങനാശ്ശേരി ECHSൽ വിമുക്ത ഭട ദിനാചരണം സംഘടിപ്പിച്ചു. രാജ്യത്തിനായി പോരാടിയവർക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് ദിനാചരണം നടത്തിയത്. 2017 മുതൽ ഗവൺമെൻറ് ജനുവരി 14 വിമുക്ത ഭട ദിനമായി പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ഭാരതത്തിൻ്റെ എല്ലാ കോണുകളിലും വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ECHS പോളിക്ലിനിക് വിമുക്ത ഭടന്മാർക്കായി ആരോഗ്യ സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ ഏതാണ്ട് 15,000-ഓളം വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഭാഗവക്കുകളാണ്. അവരെ ഒന്നിച്ചു ചേർത്ത് അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്യുന്ന ഒരു സെൻ്ററായിട്ടാണ് ഞങ്ങൾ ECHS പോളിക്ലിനിക്കിനെ കണക്കാക്കുന്നത്. ഇന്ന് ജനുവരി 14 ഞങ്ങൾ ഞങ്ങളുടെ പോളിക്ലിനിക്കിനോടെ സംബന്ധിച്ചിട്ടുള്ള വിമുക്ത ഭടന്മാരെ ആദരിക്കുന്നതിനായും പ്രത്യേകിച്ചും ഞങ്ങളുടെ ബാറ്റിൽ ഓണർ കിട്ടിയിട്ടുള്ള ആളുകളെ, അതായത് ഗാലൻട്രി അവാർഡുകൾ, വാർ വെറ്ററൻസ്, ബാറ്റിൽ കാഷ്വാലിറ്റി, അതുപോലെ തന്നെ വീരനാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധങ്ങളിലോ ഓപ്പറേഷനുകളിലോ സ്വന്തം ഭർത്താക്കന്മാരെ ബലി കൊടുക്കേണ്ടി വന്ന വീരവനിതകളെയാണ് വീരനാരികൾ എന്ന് പറയുന്നത്. ഇവരെ ആദരിക്കുന്നതിനായിട്ടാണ് ഈ ചടങ്ങ് പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി ECSH പോളിക്ലിനിക്കിൽ വിപുലമായ പരിപാടികളോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ECHS പോളിക്ലിനിക് ഓഫീസർ ഇൻചാർജ് കേണൽ മഹാദേവ് C ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 5 കേരള NCC ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ ശ്രീകുമാർ പിള്ള, 5 കേരള നേവൽ NCC യൂണിറ്റ് കോട്ടയം കമാൻഡർ ഹരി പരമേശ്വരൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഗാലൻട്രി അവാർഡ് ജേതാക്കളായ ഹവീൽദാർ KC വർഗീസ് മാത്യു, KG ജോർജ്, കേണൽ ജോസ് M ജോർജ് എന്നിവരെയും വീർനാരി സ്റ്റെല്ല റെയ്നോർട്ട്, പോലീസ് മെഡൽ ജേതാവായ കമാൻഡർ രാധാകൃഷ്ണൻ നായർ, കമാൻഡർ കുര്യാക്കോസ് മാത്യു, കേണൽ ബോബൻ ജോസഫ്, K ഗോപാലകൃഷ്ണൻ നായർ, ദേവരാജൻ തുടങ്ങിയവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു.
പരിപാടിയുടെ ഭാഗമായി വിമുക്ത ഭടന്മാർക്കായി സാമ്പത്തിക മാനേജ്മെന്റിനെ കുറിച്ച് പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. ചങ്ങനാശ്ശേരി SBI മാനേജർ P. നായിക് വിഷയാവതരണം നടത്തി. അങ്കണവാടികളിൽ കുട്ടികൾക്കായി നൽകുന്ന പരിഷ്കരിച്ച മെനു പ്രകാരമുള്ള ഭക്ഷണ സാധനങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ നടന്നു. ചമ്പക്കുളം ബ്ലോക്കിന് കീഴിലുള്ള നെടുമുടി പഞ്ചായത്തിലെ 115-ാം നമ്പർ അങ്കണവാടിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അങ്കണവാടി കുട്ടികൾക്കായി കേരള സർക്കാർ പരിഷ്കരിച്ച പുതിയ മെനുവിന്റെ ഡെമോൺസ്ട്രേഷനാണ് നെടുമുടി പഞ്ചായത്തിലെ 115-ാം നമ്പർ അങ്കണവാടിയിൽ നടന്നത്. പുതിയതായിട്ട് ഒരു മെനു നടപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ പരിഷ്കരിച്ച മെനു പ്രകാരമുള്ള ഒരു ഭക്ഷണ പോഷകാഹാര വിതരണത്തിനെ സംബന്ധിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ ഭക്ഷണങ്ങളുണ്ട്, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് കുറേ ഉണ്ട്. എന്നാലും ഓരോന്ന് വീതമാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉച്ചയ്ക്ക് കൊടുക്കുന്ന പുലാവാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അംഗനവാടി ടീച്ചേഴ്സിനും കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കുമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തുമായി വിവിധ തരത്തിലുള്ള പോഷക സമൃദ്ധമായ ആഹാരമാണ് കുട്ടികൾക്കായി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അംഗനവാടികളിൽ നിന്ന് നൽകുന്നത്. അത്തരത്തിൽ നൽകുന്ന ഉച്ചഭക്ഷണമായ പുലാവ് തയ്യാറാക്കുന്നതിന്റെ പരിശീലനമാണ് നടന്നത്. ചമ്പക്കുളം ICDS സൂപ്പർവൈസർ രാധിക, അംഗനവാടി ടീച്ചർമാരായ ജയ M, ബിജി, സോണിയ, വിനീത എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. മങ്കൊമ്പ് തെക്കേക്കര ഈസ്റ്റ് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ മാർ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിന് കൊടികയറി. വികാരി ഫാദർ ജോജോ പുതുവേലിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ജനുവരി 11 തുടങ്ങിയ തിരുനാൾ 18 സമാപിക്കും. പരിശുദ്ധാത്മാവിൻ സഹവാസവും പള്ളി വികാരി ഫാദർ ജോജോ പുതുവേലിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. കൊടിയേറ്റിനെ തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന, പരിശുദ്ധ കുർബാന, സെമിത്തേരി സന്ദർശനം എന്നിവ നടന്നു. റവറന്റ് ഫാദർ ക്രിസ്റ്റി കൂട്ടുമേൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുനാളിന്റെ വിവിധ ദിവസങ്ങളിൽ ജപമാല, പ്രസിദ്ധി വാഴ്ച, മധ്യസ്ഥ പ്രാർത്ഥന, പരിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ലതീഞ്ഞ തുടങ്ങിയവ നടന്നു. കാവാലം മുണ്ടച്ചിറ വീട്ടിൽ പുരുഷോത്തമൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓഹരി ഉടമയും ശ്രീലക്ഷ്മി കേബിൾ നെറ്റ്വർക്ക് ഉടമയുമായ സേതുലക്ഷ്മിയുടെ പിതാവാണ് പരേതൻ. സംസ്കാരം ഞായറാഴ്ച പകൽ 11 കൃഷ്ണപുരം SNDP ശ്മശാനത്തിൽ നടക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെങ്ങണ മാടപ്പള്ളി പഞ്ചായത്തിന്റെ സമഗ്ര വികസന പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലം കയ്യേറ്റത്തിന്റെ പിടിയിലെന്ന് പരാതി. പഞ്ചായത്തിന്റേത് കടുത്ത അനാസ്ഥയെന്ന് ആരോപണം. മനുഷ്യരെ ഉൾക്കൊള്ളുന്നവരാകണം ജനപ്രതിനിധികളെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കൃത്യനിഷ്ഠയും നല്ല ചിന്തകളും പ്രധാനമെന്നും ചിറ്റയം. ഭാരതീയ നവോത്ഥാന രംഗത്ത് സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് വിശുദ്ധ ചാവറേച്ചനെന്ന് യുഗനോൻ മാർ തെയോഡിഷ്യസ് മെത്രാപ്പൊലീത്ത. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.